പ്രയാസമായി കാണുന്നവർ, ഞങ്ങളുടെ ജീവിതത്തിനും സന്തോഷത്തിനും മക്കളെ പ്രയാസമായി കാണുന്നവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിക താല്പര്യങ്ങൾക്കപ്പുറത്താണ് നിൽക്കുന്നത്. നോമ്പിന്റെ ഇഅ്തികാഫിന്റെ സമയത്തെക്കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്. പള്ളികളിൽ വചനമിരിക്കുമ്പോൾ നിങ്ങൾ ഭാര്യമാരുമായി ബന്ധപ്പെടരുത്. എന്നിട്ട് അല്ലാഹു അതിനെ അനുവദിച്ചുകൊണ്ട് നോമ്പിന്റെ കാലങ്ങളിൽ രാത്രി സന്ദർഭങ്ങളിൽ ഭാര്യമാരുമായി ബന്ധപ്പെടാമെന്ന അനുവാദം കൊടുത്തുകൊണ്ട് ഖുർആൻ പറയുന്നു, ഫൽആന ബാശിറൂഹുന്ന വബ്തഗൂ മാ കതബല്ലാഹു ലക്കും. ഫൽആന ബാശിറൂഹുന്ന, ഇപ്പോൾ നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ടുകൊള്ളുക. ബന്ധപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, വബ്തഗൂ മാ കതബല്ലാഹു ലക്കും. അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച മക്കളെ നിങ്ങൾ തേടണം, നിങ്ങൾ ആഗ്രഹിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. വിവാഹ ബന്ധങ്ങളും ശാരീരിക ബന്ധങ്ങൾക്കും പിന്നിൽ മക്കളുടെ താല്പര്യം അതൊരു ഭാരമായി പ്രയാസമായി കാണാതെ ഏറ്റെടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇന്ന് സന്താനങ്ങൾ ഉണ്ടാവാത്തതിന്റെ കാരണങ്ങളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ആദ്യ സമയത്ത് നടത്തുന്ന കുട്ടികളെ കളയാൻ വേണ്ടിയുള്ള അബോർഷനുകളും മറ്റു കാര്യങ്ങളും പ്രത്യുൽപാദനപരമായ ഭാവി ജീവിതത്തെ ബാധിക്കാറുണ്ടെന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട്. സഹോദരങ്ങളെ, ഒരിക്കലും ഒരു കുട്ടിയെ കൊന്നവർക്ക് പിന്നെ ഒരു കുട്ടി ഉണ്ടാവാതിരിക്കുക എന്നത് സ്വാഭാവികമാണല്ലോ. യഥാർത്ഥത്തിൽ നാം ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് കുട്ടികളോടുള്ള ഇത്തരം ക്രൂരതകൾ. അതും ജീവിതത്തിൽ ഒരു കുട്ടി വേണ്ടെന്നു തീരുമാനിക്കാൻ ഒരു കാരണവും യഥാർത്ഥത്തിൽ നമുക്ക് അനുവദിക്കപ്പെട്ടതായിട്ടില്ല. അതേപോലെ തന്നെ സഹോദരങ്ങളെ, മക്കളോടുള്ള സമീപനത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രവാചകന്മാരുടെ പ്രാർത്ഥന, ഒരു മകനെ കിട്ടണം, ഒരാൺകുട്ടിനെ കിട്ടണം എന്ന് നമ്മൾ ആൾക്കാർ പറയാം. ഒരാൺകുട്ടിനെ കിട്ടണം, അതാവശ്യം. ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും ഒക്കെ. ആൺകുട്ടികളുള്ളവർ പറയുന്നു ഒരു പെൺകുട്ടിയെ കിട്ടണം എന്നാണ്. ഒരു പെൺകുട്ടി